ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ ബാവാതിരുമനസ്സിൻ്റെ കൽപ്പന അനുസരിച്ചും മറ്റ് പിതാക്കന്മാരുടെയും സഭാസ്ഥാനികളുടെയും മറ്റ് അനേക വ്യക്തികളുടെയും നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് നൽകുന്നത്. നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാദുരന്തം വയനാടിൻ്റെ മേപ്പാടിക്കടുത്ത് ചൂരൽമല എന്ന പ്രദേശത്ത് ഉണ്ടായല്ലോ. എത്ര പേര് മൃത്യുപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും ശരീരങ്ങൾ നദിയിൽ നിന്നും മണ്ണിൻ്റെ അടിയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ പ്രശംസനീയമായ രീതിയിൽ ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുവെന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. അവിടേക്ക് തന്നെ പോകാനും അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ബലഹീനായ എനിക്കും ഭദ്രാസനത്തിന് മറ്റ് ചുമതലയുള്ള വൈദികർക്കും കൗൺസിൽ അംഗങ്ങൾക്കും സാധിച്ചു. മാത്രവുമല്ല, ആരംഭിച്ച ക്യാമ്പുകളിൽ പോകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടെ ആവശ്യമുള്ളതിന് ചുമതലക്കാരോട് ചോദിച്ച് ചില കാര്യങ്ങൾ ഇന്നലെ തന്നെ ക്രമീകരിക്കാൻ സാധിച്ചു. 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പകർത്തുന്നത്. ഒരു ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് മനുഷ്യ സമുദായത്തിൽപ്പെട്ട എല്ലാവരും, മലയാളികൾ പ്രത്യേകിച്ച്, സഭാവിശ്വാസികൾ വിശേഷിച്ചും, വസ്ത്രവും ഭക്ഷണ സാധനങ്ങളും എത്തിക്കുക, അങ്ങനെയുള്ളവരോടൊന്ന് ചേർന്ന് നിൽക്കുക എന്നതാണ് ഒന്നാമതായി ചിന്തിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ തന്നെ പത്രമാധ്യമത്തിലൂടെ വയനാട് ജില്ലാ കളക്ടർ ഭക്ഷണ സാധനവും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് ക്യാമ്പുകളിൽ നൽകേണ്ടതില്ല എന്നും കളക്ട്രേറ്റിൽ കൊടുക്കുന്നതനുസരിച്ച് അവരത് ക്രമീകരിക്കുമെന്നാണ്. നമ്മുടെ വിശ്വാസികൾ, അഭിമന്യ പിതാക്കന്മാർ ഉൾപ്പെടെ ഒരു മഹാദുരന്തം ഉണ്ടായെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവിടെ എത്തി അടിയന്തരമായ പ്രാഥമികമായ ഈ ചുമതലകൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. നമ്മുടെ സഭയുടെ എല്ലാ ഭാഗത്തു നിന്നും, ഭദ്രാസനങ്ങളിൽ നിന്നും അങ്ങനെ നൽകുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെ തൊട്ട് സമീപ ഈ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന് സമീപ ഭദ്രാസനമായ മലബാർ ഭദ്രാസനാധിപൻ ഇന്നലെ രാവിലെ തന്നെ എന്നോട് സംസാരിക്കുകയും പല പ്രാവശ്യം ഈ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. തിരുമേനിയുടെ കൽപ്പന പ്രകാരവും ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലും ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രം മുതലായത് കളക്ട് ചെയ്ത് നാളെ ഈ ക്യാമ്പുകളിൽ ഈ കളക്ടർ അനുവദിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കളക്ട്രേറ്റിൽ കൊടുക്കും. ക്യാമ്പുകളിൽ വേണ്ടതായ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാം നൽകത്തക്ക രീതിയിൽ ജാതിമത ഭേദമന്യേ എല്ലാ സന്നദ്ധ സംഘടനകളും ആത്മീയ പ്രസ്ഥാനങ്ങളും സാധന സാമഗ്രികൾ എത്തിക്കുകയും സന്ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ സമയത്ത് അങ്ങനെയുള്ളൊരു കാര്യം കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ ആത്മവിശ്വാസം. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വിവരം സുൽത്താൻ ബത്തേരി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ബേബി ഓണച്ചനോ ബലഹീനായ ഞാനോ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുമ്പോൾ ഉചിതമായ തീരുമാനം നിങ്ങൾ തന്നെ കൈക്കൊണ്ട് ആ ക്യാമ്പിൽ എത്ര നാൾ ആ ക്യാമ്പ് ഉണ്ടാവുമെന്ന് അറിയാത്തത് കൊണ്ട് ആവശ്യമാണെങ്കിൽ സമയാസമയങ്ങളിൽ നിങ്ങളുടെ ഒരു സ്നേഹവും കരുതലും ഉണ്ടാകണമെന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ടും സഭയിലെ പിതാക്കന്മാരും പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത് എന്താണ്, എങ്ങനെ ഈ ദുരന്തത്തിൽ നമുക്ക് അവശേഷിച്ചിട്ടുള്ളവരെ പുനർവിന്യസിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായി ചിന്തിച്ച് പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയല്ലോ. അതിൽ ഈ ഭദ്രാസനത്തെയാണ് പൂർണ്ണമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരിശുദ്ധ ബാവാതിരുമനസ്സിനോടും അഭിമന്യരായ പിതാക്കന്മാരുടെ ബന്ധത്തിൽ ഇതുപോലെയുള്ള ദുരന്ത നിവാരണത്തിൽ പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള മറ്റ് വൈദികരോടും അഭിപ്രായങ്ങൾ ആരാഞ്ഞും സഭ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും
ഭദ്രാസന കൗൺസിലിൻ്റെ കൂടിയാലോചനയോടും കൂടി ആ കാര്യങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിലും അവരുടെ അഭ്യുന്നതിക്കും വേണ്ടി ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ സോം പ്ലാറ്റ്ഫോമിൽ കൗൺസിൽ കൂടി ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് നിർദ്ദേശിച്ച അനുസരിച്ചുള്ള തുടർന്നുള്ള നടപടികൾ എന്തുള്ളതിനെക്കുറിച്ചും പ്രാഥമികമായ ചില തീരുമാനങ്ങൾ എടുത്തു. നമുക്കറിയാം, വളരെ ദുർബലമായ ഒരു പ്രദേശമാണ് ഇത്. ആ പ്രദേശത്ത് ഇനിയും ഇവരെ അധിവസിപ്പിക്കാൻ സാധിക്കുമോ, അനുവാദമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് തലത്തിൽ പഠിച്ച് അന്വേഷണം നടത്തി ലോങ് റണ്ണിൽ അവർ നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യുകയും പഠനങ്ങൾ നമ്മുടേതായി നടത്തുകയും സഭയുടേതായ രീതിയിൽ ഏതെല്ലാം കാര്യത്തിൽ, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം സ്ഥലത്ത് ഇത് പ്രായോഗികമായി ചെയ്യാമെന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് നിങ്ങളുടെ സഹായ സ്നേഹ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അഭിമാനകരമായ രീതിയിൽ ഇതിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം സാധിക്കണം. അപ്പോൾ ഇപ്പോഴുള്ള വൈകാരികമായ ഒരു തലത്തിൽ നിന്ന് കുറച്ചും കൂടെ ചിന്തിച്ച് ആലോചിച്ച് അവരുടെ പാർപ്പിടവും പുനരധിവാസ കേന്ദ്രത്തിൻ്റെ അവരോട് ചേർന്നുള്ള ജീവിത വ്യവസ്ഥകളുമൊക്കെ വിഭാവനം ചെയ്യുന്നത് നമുക്ക് ഉചിതമായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. ബാവാതിരി മനസ്സുകൊണ്ട് പരിശുദ്ധ സഭ കൽപ്പിച്ച് നിയോഗിച്ചതനുസരിച്ച് സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത, ഭദ്രാസന സെക്രട്ടറി, ഭദ്രാസന കൗൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ സ്വീകരിക്കുവാനും പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അനുമതിയോടുകൂടി നടപ്പാക്കാനും സാധിക്കുന്നത്. ആ തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്കും ആരുടെയും സംഭാവനകൾ അത് സാധന സാമഗ്രികളായിട്ടോ പണമായിട്ടോ നൽകരുതെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മുടെ സഭയ്ക്കകത്തുള്ള പൊതുവായൊരു കാര്യമായതുകൊണ്ട് ഒരു മനുഷ്യനും ഈ ബലഹീനത ചൂഷണം ചെയ്യാനിടയാകാത്ത തരത്തിൽ വിവേകവും അതുപോലെ തന്നെ ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം കൂടെയാണ് ഇതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഒരു പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി ഈ ദുരന്ത ഭൂമിയുടെ 250 മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളി ഇന്നലെ ഞാൻ കണ്ടു. ആ പള്ളിക്ക് ബലഹീന ഞാൻ ഈ ഭദ്രാസനം ചുമതല ഏറ്റെടുത്ത് കല്ലിട്ട് ആരംഭിച്ച് പണികൾ പൂർത്തീകരിക്കുന്നതാണ്. ആ പള്ളിയുടെ ഇതുവരെ കേടുപാടുകൾ പറ്റിയിട്ടില്ല. നമ്മുടെ പള്ളിയിലെ വിശ്വാസികൾ വളരെ പാവപ്പെട്ടവരായ ആളുകളാണ്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ളവർ മാറ്റിപ്പാർപ്പിച്ച് ക്യാമ്പിൽ വന്നവരുണ്ട്, ക്യാമ്പിൽ വരാതുള്ളവരുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രാതികൂല്യം മൂലവും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചും അവരുടെ നിത്യവൃത്തിക്ക് മാർഗമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളുകൊണ്ട് അവർക്ക് അല്പാൽപമായ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഫുഡ് പാക്കേജ്, അത് ഈ ക്യാമ്പിൽ കൊടുക്കുന്ന നിയന്ത്രണമില്ലാത്തത് ഗവൺമെൻറ് അനുവദിക്കുന്നുവെങ്കിൽ അധികം താമസിക്കാതെ ഇന്നോ നാളെയോ മുതൽ തന്നെ എത്ര നാളത് കൊടുക്കണമെന്ന് വെച്ചാൽ പ്രാഥമിക ആവശ്യമെന്നുള്ള നിലയിൽ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും സഹായവും വേണം. അടുത്ത ഒരു ഘട്ടത്തിൽ പാർപ്പിടവും മറ്റ് തൊഴിലും അവരുടെ ജീവിത വ്യവസ്ഥകളും എല്ലാം പുനർനിർണയിക്കപ്പെട്ട് പുനരധിവാസിപ്പിക്കുന്നതായ പാക്കേജിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ വൈകാരിക തലത്തിൽ നിന്ന് ആ പദ്ധതിക്ക് അകമിഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് വേണ്ടത്. ദൈവനാമത്തിൽ മഹത്വം കരയറ്റുന്ന ഒരു കാര്യം സഭയിലെ എല്ലാ പിതാക്കന്മാരും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഉള്ള ഭദ്രാസനങ്ങളിൽ നിന്ന് വൈദികരും സന്മനസ്സുള്ളവരായ വ്യക്തികളുമൊക്കെ എന്നെയും മറ്റ് ചുമതലപ്പെട്ടവരെയൊക്കെ വിളിച്ച് അവരുടെ ഇതിലുള്ള പങ്കാളിത്തവും ഉറപ്പും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. 1 രൂപയുടെ സഹായം മുതൽ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണം. നമ്മുടെ ഭദ്രാസനത്തിൽ ഇതിനോടകം നിലനിൽക്കുന്ന വലിയ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരു അക്കൗണ്ടുണ്ട്, ഭദ്രാസനത്തിൻ്റെ ചാരിറ്റി അക്കൗണ്ട്. ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നതാണ്. ആ അക്കൗണ്ടിലേക്കാണ് ഈ തുകകൾ ചെറുതും വലുതുമായ 1 രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ പങ്കാളികളാകാൻ സാധിക്കുന്ന വിധം നൽകേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വേറെ ഒരു വ്യക്തിയിലേക്കോ ഒരു സ്ഥലത്തേക്കോ ഏജൻസിയിലേക്കോ സഭാവിശ്വാസികൾ നൽകാൻ പാടില്ല. ഏത് തരത്തിൽ ആവശ്യമുള്ളവരും ഭദ്രാസന നേതൃത്വത്തെ അറിയിക്കുമ്പോൾ കൂടി ആലോചിച്ച് യുക്തമെന്ന് തോന്നിയാൽ നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ
അതിലൂടെ വകകൊള്ളിച്ച് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തക്കവണ്ണം സാധിക്കും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ ഒരു ദുരന്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. മരിച്ചു പോയവരെ ഓർക്കുന്നതോടൊപ്പം ജീവനോടുള്ളവർ അവരനുഭവിക്കുന്നതായ മാനസിക, ശാരീരികമായ, സാമൂഹ്യമായ, മതപരമായ ഒക്കെയുള്ള അവസ്ഥകൾ, ദുരന്തങ്ങളുണ്ട്. അവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള യുക്തിഭദ്രമായ ഒരു പാക്കേജ് കൺസേൺഡായ എല്ലാവരും, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്, അത് കണ്ടെത്തുന്നതിനും എല്ലാവരും ചേർന്ന് ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി അവശേഷിപ്പിക്കുന്നവരെ സ്നേഹപൂർവ്വം ഹൃദയത്തിൽ കരുതലോടെ സ്നേഹിച്ച് അവരെ വീണ്ടും സന്തോഷകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യ സഹജമായ സാംസ്കാരികമായ പദ്ധതിയുടെ ഭാഗമായി തീരാൻ ഞാൻ സ്നേഹപൂർവ്വം ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ഏവരും ഈ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കി സഭ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരസ്പരം കരങ്ങൾ കൈകോർക്കാം. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ ആരംഭിച്ച സുവിശേഷ വെളിച്ചം കൊട്ടാരം പണിയാതെ സ്വർഗത്തിൽ കൊട്ടാരം പണിഞ്ഞ് പാവപ്പെട്ടവരെ ഉദ്ധരിച്ച ആ ശ്ലൈഹിക പൈതൃക മാതൃക നമുക്ക് പിന്തുടരാം. എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. നമുക്കൊന്നിച്ച് നിരക്കാം. നസ്രാണികളായ നാം, മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകം നേടുന്ന നാം, പരിശുദ്ധ ബാവാതിരുമേനിയുടെ സുശക്തമായ നേതൃത്വത്തിന് കീഴിൽ പിതാക്കന്മാരുടെ അനുഗ്രഹ ആശിഷുകളോടെ നിങ്ങളുടെ സഹകരണത്തിൽ നമുക്ക് സ്വപ്നങ്ങൾ നെയ്തെടുക്കാം, ക്രിയാത്മകമായി പ്രവർത്തിക്കാം. അത് പൂവണിയുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു.